ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉദ്ഹിയയും അഖീഖയും ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാമോ എന്ന് ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ സുഹഫയിൽ പറഞ്ഞത് ലൗനവാശാത്തിനിൽ ഉദ്ഹിയത വൽ അഖീഖത ലം തഹ്സുൽ വാഹിദത്ത്, രണ്ടും കൂടി ഒന്നിച്ചൊരു ആടർത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാളയുടെ ഏഴിലൊന്ന് വാങ്ങിച്ചിട്ട് രണ്ടും കൂടി നിയ്യത്ത് ചെയ്താൽ ലിഅന്ന കുല്ലം മിൻഹുമാ സുന്നത്തം മഖ്സൂദ, രണ്ടും പ്രത്യേകം സുന്നത്തുകളാണ്, അത് തദാഖുൽ ആവില്ല എന്ന് തുഹഫയിലും പറഞ്ഞു. ഇബ്നു ഹജർ ഫത്താവയിലും പറഞ്ഞു ലഭിക്കുന്നതല്ല. എന്നാൽ നിഹായയിൽ ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ മുഅ്തമദായ ഖൗലുകളിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഉദ്ഹിയയും അഖീഖയും ഒന്നിച്ച് നിയ്യത്ത് ചെയ്താൽ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരാടറുത്ത് കൊടുത്തിട്ട് രണ്ട് കുട്ടികൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്താൽ ലഭ്യമല്ല. കാരണം ഒരു അഖീഖ എന്ന് പറയുന്നത് ഒരു ആട്ടിൽ കുറച്ച് പാടുള്ളതല്ല. എന്നാൽ ഒരു കാള വാങ്ങിച്ചിട്ട് 7 മക്കൾക്ക് അഖീഖ കൊടുക്കണമെങ്കിൽ ഒരു കാള വാങ്ങിച്ചു കൊടുത്താൽ അത് 7 മക്കൾക്കും മതിയാവുന്നതാണ്. അതല്ലെങ്കിൽ കാളകൾ അറുത്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് വാങ്ങിച്ചാലും അഖീഖയ്ക്ക് ഒരു പങ്ക് വാങ്ങിക്കാം, ഉദ്ഹിയയ്ക്ക് ഒരു പങ്ക് വാങ്ങിക്കാം. ഏതായാലും ഉദ്ഹിയയും അഖീഖയും ചേർത്ത് നിയ്യത്ത് ചെയ്യൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ അതുപോലെ തന്നെ തൂഫ ഇതിലൊന്നും രണ്ടിൻ്റെയും കൂലി ലഭിക്കില്ല എന്നുള്ളതാണ്. രണ്ടും വ്യത്യസ്തമായ ഇബാദത്തുകളാണ്, അത് രണ്ടും ഒന്നിച്ച് ചേരുന്നില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതുപോലെ തന്നെ 2 കുട്ടിക്ക് ഒരാടറുത്ത് കൊടുത്താൽ ആവില്ല, 2 ആട് തന്നെ അറുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കാളയുടെ 7ൽ 2 വാങ്ങിച്ചാൽ 2 കുട്ടികൾക്ക് മതിയാവുന്നതാണ്. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.